ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇന്നത്തെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ കയറി കാണുക. ഈ വീഡിയോയുടെ തൊട്ട് താഴെ കിടപ്പുണ്ട് ഇന്നത്തെ ഫുൾ വിശേഷം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല. നിങ്ങളെല്ലാവരും നാളത്തെ വിശേഷത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ ഇന്നത്തെ ഒരു ലാസ്റ്റ് സീൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നന്ദുവും അനിയും തമ്മിലുള്ള ഒരു സീനായിരുന്നു. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മുടെ നന്ദുവിനെ അനി കാണുകയും അവരിങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നന്ദു ഒഴിഞ്ഞു മാറി നടക്കുന്നത് കൊണ്ട് തന്നെ അനി ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് പറ്റിയത്, നിൻ്റെ പ്രശ്നം എന്താണെന്ന് എന്നോട് തുറന്നു പറ, ഞാൻ നിൻ്റെ നല്ലൊരു ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഫ്രണ്ടിനൊന്നും ഇനി പ്രസക്തിയില്ല. കാരണം ഇങ്ങനെ നീ വെറുതെ ഇങ്ങനെ എൻ്റെ പുറകെ ഓരോന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അത് അനാമികയ്ക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. കാരണം ഇനി നിൻ്റെ ഫ്രണ്ടും ഭാര്യയും എല്ലാം അനാമികയാണ്, നിൻ്റെ വഴികാട്ടിയൊക്കെ അനാമിക തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുക, വെറുതെ എൻ്റെ പുറകെ നടന്ന് നീ എന്നെ ശല്യം ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും സത്യത്തിൽ നമ്മുടെ അനിയുടെ നെഞ്ചിൽ ഇടുത്തി വീടാൻ പോലെ തന്നെയാണ്. കാരണം എനിക്കൊരിക്കലും നന്ദുവിനെ മറക്കാൻ കഴിയില്ല. നന്ദുവായിട്ട് അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് പുറകെ നടക്കുന്നത്, നന്ദുവിൻ്റെ മനസ്സറിയാൻ വേണ്ടി. പക്ഷെ ഒന്നും തുറന്നു പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും നന്ദുവിനും അങ്ങനെ തന്നെയാണ്. ഇതുപോലെയുള്ള പ്രേമങ്ങളൊക്കെ കാണുമല്ലേ. കാരണം കുടുംബക്കാർക്ക് വേണ്ടി പലതും മാറ്റിവെക്കുന്ന പലരും ഉണ്ട്. അതിലൊരാളാണ് നമ്മുടെ നന്ദുവും അനിയും ഒക്കെ. ഏതായാലും ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇവരുടെ അടുത്തേക്ക് നമ്മുടെ അനാമിക വരുന്നുണ്ട്. അനാമിക വരുന്നത് വെറുതെ അല്ല. അനാമിക എന്തോ അനാമികയ്ക്ക് തോന്നി. കാരണം ഇവർ തമ്മിൽ എന്തോ ഒരിതുണ്ടെന്ന് അനാമികയ്ക്ക് അറിയാം. കാരണം രണ്ടുപേരും അത്രയ്ക്കും കൂട്ടുകാരാണെന്നും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുറന്നു പറയുന്നതാണെന്നും ഇപ്പം അനീനെ അവഗണിച്ച് നമ്മുടെ നന്ദു നടക്കുന്നുണ്ടെന്നും അനാമികയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാണും. ഒരു പെണ്ണിൻ്റെ മനസ്സ് പെട്ടെന്നറിയാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. നന്ദുവിന് എന്തോ ഒരു ചെറിയ ഇഷ്ടം അനിയോടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമിക നന്ദുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇനി ഈ നന്ദു അനിയുടെ പുറകെ നടക്കാനോ അനിയുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റോ ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പോൾ അത് ഞങ്ങളുടെ ഇതിനെ തന്നെ ബാധിച്ചെന്ന് വരാം. അതുമല്ല, ഞാനും അനിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതും ഞങ്ങളുടെ വിവാഹം ഉടനെ കാണും. അപ്പം നിങ്ങൾ രണ്ടും ഇങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേക്കും അത് നാട്ടുകാരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുടുംബജീവിതത്തിനത് ഒരു ഇതാവരുത് എന്നിങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നന്ദുവിനങ്ങ് വല്ലാണ്ടാവുകയാണ്. നന്ദു അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്, അനിയോട് പോലും പറയാതെ. പക്ഷേ അനാമിക ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മുടെ നന്ദു അറിയുന്നുമില്ല. അത് വേറെ കാര്യം. ഏതായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നാളെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയന ഒരു വലിയൊരു കാര്യം ചെയ്യുകയാണ്. വേറൊന്നുമല്ല, ആ ഒരു രാത്രി സമയത്ത് കുറച്ച് നേരം 1 മണിക്കൂർ 2 മണിക്കൂർ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നു. അത് അനിയുടെ അമ്മയോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പ്രകാരം അനിയുടെ അമ്മ അവിടെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും അങ്ങനെ ഒരു ചെറിയൊരു പാർട്ടി പോലെ, ഒരു നൈറ്റ് പാർട്ടി പോലെ അവരുടെ വീട്ടിൽ തന്നെ അറേഞ്ച് ചെയ്യുകയാണ്. നൈറ്റ് പാർട്ടി എന്ന് വെച്ചാൽ അവിടുത്തെ കുടുംബാംഗങ്ങൾ മാത്രമായിട്ട്. അപ്പോൾ ഇത് ആരുടെ പ്ലാനാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇത് നമ്മുടെ നയനയുടെ പ്ലാൻ അല്ല, ഇത് ആദർശിൻ്റെ പ്ലാനാണെന്നാണ് നയന പറയുന്നത്. പക്ഷെ നയനയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അത് സ്വയമേ നയനെ അങ്ങ് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും പറയും. പ്രത്യേകിച്ച് നമ്മുടെ ദേവയാനി പറയും, ഇവളിവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയാണെന്നൊക്കെ പറയും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നയന അത് അനിയുടെ അമ്മേനെ കൊണ്ട് ഞാനാണ് ഇതൊരിക്കലും ചെയ്തതെന്ന് പറയരുത്, ഇത് ആദർശേട്ടൻ്റെ ആ ഒരു ഇതിലിരുന്നോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഫംഗ്ഷൻ അവിടെ നടക്കുകയും, ഫംഗ്ഷനല്ല, ഒരു നൈറ്റ് ഡിന്നർ അവിടെ നടക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡെന്ന് പറയുന്നത് മൊത്തം വെജിറ്റബിൾസ് വെച്ചുള്ള സൂപ്പും അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ഇത് ജലജയ്ക്കും അഭിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ജലജ അഭിയൊക്കെ ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ, അതായത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്ത കൂട്ട് ഫുഡാണ്. കാരണം നമ്മുടെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ വെജിറ്റബിൾ സൂപ്പും അങ്ങനെ എന്തൊക്കെയോ വെജിറ്റബിൾസും കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറ്റപ്പെടുത്തുകയാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഇവരിങ്ങനെ പറയുക. നമ്മുടെ ജലജയും അഭിയും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേക്കും
നവ്യ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ പോരെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണീറ്റ് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അബി നവ്യോട് ദേഷ്യപ്പെടുകയും അപ്പം അബിയോട് മുത്തശ്ശി പറയാ, നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്, അവള് ഒരു തമാശ പറഞ്ഞല്ലേ, അത് നീ അങ്ങനെ കണ്ടാൽ പോരെ, എന്തിനാ വെറുതെ എപ്പോഴും നീ അവളോട് ദേഷ്യപ്പെടുന്നത്, പിന്നെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ കഴിക്കണ്ട, അതിന് ഇപ്പം ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശന് എന്തോ ഒരു നൊസ്റ്റു അടിക്കുകയാണ്. മുത്തശ്ശൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ അവരൊരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുമായിരുന്നു. അന്ന് ഒത്തിരി വലിയ പണമോ കാര്യങ്ങളോ ഒന്നും ഇവർക്കുണ്ടായിരുന്നില്ല. അപ്പം കിട്ടുന്ന അന്നം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ഉരുള വാരി കൊടുക്കുകയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാ കറികളൊക്കെ മിക്സ് ചെയ്ത് ഒരു വലിയ പാത്രത്തിനകത്തിട്ട് എല്ലാവർക്കും ഓരോ ഉരുളയൊക്കെ എൻ്റെ അമ്മ വാരി തന്നിരുന്നു. അന്ന് കൂട്ട് ചോറ് എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. എല്ലാ കറികളും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, അതിന് കൂട്ടുചോറ്, സ്പെഷ്യലായിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കൂട്ടുചോറാണ്. ഏതായാലും ഇതൊക്കെ നീ എവിടെന്നാ നയന പഠിച്ചത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഇത് വേറെ എവിടെന്നും അല്ല പഠിച്ചത്, ഇതൊക്കെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണങ്ങളാണ്, ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് മുത്തച്ഛൻ്റെ, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കിയത്, ഇതൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ചത് തന്നാ, പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുതിയ എൻ്റെ ചെറിയ ഐഡിയാസൊക്കെ ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവിടെ നമ്മുടെ നയനേനെ അപ്രിഷ്യേറ്റ് ചെയ്ത് തന്നെയാണ് മുത്തച്ഛൻ സംസാരിക്കുന്നത്. ഈ സീനൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു ഡിന്നറൊക്കെ കഴിയുമ്പം നമ്മുടെ ആദർശ നയനയുടെ മുമ്പിൽ ചെന്നിട്ട് നിനക്ക് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ തോന്നിയത്, ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഒരു നൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് തോന്നിയതെന്നൊക്കെ ചോദിക്കുമ്പം അത് പിന്നെ എനിക്ക് വേറൊന്നുമല്ല, മുത്തച്ഛൻ്റെ ആ ഒരു അവസ്ഥ മാറിക്കിട്ടണം, മുത്തച്ഛൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കണം, അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചെറിയൊരു ഐഡിയ ആണ് എന്ന് പറഞ്ഞപ്പം ഏതായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്, എൻ്റെ മുത്തച്ഛനെ നീ സന്തോഷിപ്പിച്ചല്ലോ എന്ന് പറയുന്നു. അപ്പോഴേക്കും മുത്തച്ഛനെ സന്തോഷിപ്പിച്ച് അതിപ്പം നിങ്ങൾ അതെങ്കിലും സമ്മതിച്ചല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ഒന്നുമല്ല, നീ ചെയ്ത തെറ്റല്ലാതെ ആവില്ല എന്ന് പറഞ്ഞ് അവിടെ അടുത്തൊരു വഴക്കിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി ഇത് കേട്ടോണ്ട് നിൽക്കുമ്പം മുത്തശ്ശൻ എന്താ അവിടെ പ്രശ്നം, എന്താ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആദർശ് പറയാ, വഴക്കൊന്നുമല്ല, ഞാൻ പറയായിരുന്നു നയന അറേഞ്ച് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, അത് കാരണം മുത്തശ്ശന് സന്തോഷമായില്ലേ, അത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതായിരുന്നോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നയന പറഞ്ഞു, വീണെടുത്ത് കിടന്ന് ഉരുളാൻ നന്നായിട്ട് അറിയാമല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആദർശം ഒന്നും മിണ്ടാതെ അങ്ങ് പോവാട്ടോ ചെയ്യുന്നത്. ശേഷം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകദുർഗ വിളിക്കുകയാണ്, കനകദുർഗയല്ല നയന കനകദുർഗേനെ വിളിക്കുകയും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുകയാണ്. ഏതായാലും ഇവിടെ സന്തോഷം അമ്മ എല്ലാവർക്കും, ഇനിയിപ്പം നമ്മുടെ അനിയുടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം തന്നെ ആകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കനകദുർഗ മോളുടെ കാര്യം ഓർക്കുക, നന്ദുവിൻ്റെ കാര്യം ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നന്ദുവിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും തന്നെ എന്താ അമ്മ ഒന്നും മിണ്ടാത്തത് എന്നിങ്ങനെ ചോദിക്കുക, എന്ത് പറ്റി അമ്മയ്ക്ക്, എന്താ ഒരു ബുദ്ധിമുട്ട്, എന്തോ സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് പോലെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല മോളെ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, കല്യാണമൊക്കെ ഏതായാലും നടക്കൂല, അനിയുടെ കല്യാണത്തിന് നടക്കാൻ തടസ്സമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പം അതവനും കൂടെ വിചാരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് കനകദുർഗയ്ക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്, ഇനിയിപ്പം അനി വിവാഹത്തിന് സമ്മതിക്കില്ല, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൂടുതലായിട്ട് കിള്ളിക്കിഴിച്ച് ചോദിക്കാനും പറ്റില്ല നയനോട്, അപ്പം നയന എന്താണെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യുന്ന ഒരു സീൻ കാണിച്ചിട്ട് അങ്ങനെ ഒരു വിശേഷം കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കനകദുർഗയല്ല കേട്ടോ, ദേവയാനി നയനയുടെ അടുത്ത് ചെല്ലുകയും നയനോട് പറയുകയാണ്, നീ വലിയ ആളായെന്നൊന്നും നീ വിചാരിക്കണ്ട, എത്രയൊക്കെ നീ കാണിച്ചാലും എത്രയൊക്കെ നീ ഇവിടെ ചെയ്താലും എന്ത് ചെയ്താലും തെറ്റല്ലാതെ ആവുന്നില്ല, നീ ഇപ്പം കാണിച്ചതുണ്ടല്ലോ ഒരു വലിയ ശരിയൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷേ ഒരിക്കലും ആ തെറ്റിനെ മറയ്ക്കാൻ, അത് എന്ത് ശരി ചെയ്താലും ആ ഒരു വലിയ തെറ്റിനെ മറയ്ക്കാൻ നിനക്ക് പറ്റില്ല, കാരണം അത്രയ്ക്കും വലിയൊരു തെറ്റാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്, പിന്നെ നിനക്കിവിടെ അതിമോഹമുണ്ട് കുറേ നാളിവിടെ ജീവിക്കണം എന്നൊക്കെ, അതെങ്ങനെ കാണാതിരിക്കും, നീ വന്ന സാഹചര്യം അതാണല്ലോ, ഇവിടെ വന്നിട്ട് നീ ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം, നീ അതൊക്കെ നീ മനസ്സിലങ്ങ് വെച്ചിരുന്നാൽ മതി, നീ ഉടനെ തന്നെ ഇവിടുന്ന് പോകാനിടയാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ്, അമ്മ നിർത്ത്, മതി, പറഞ്ഞതൊക്കെ മതി, എനിക്ക് ഇപ്പം എല്ലാം മനസ്സിലായി തുടങ്ങി, എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യുമോ എന്ത് ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം, അമ്മ ഇടയ്ക്ക് വന്നിങ്ങനെ പറഞ്ഞെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇന്നോ നാളെയോ ഒന്നും ഇറങ്ങി പോകാൻ തോന്നുന്നില്ല, എൻ്റെ മനസ്സിൽ നല്ലൊരു ധാരണയുണ്ട് ഞാൻ എത്ര നാൾ ഇവിടെ നിൽക്കുമെന്നും എനിക്ക് എന്ത് സംഭവിക്കുന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇവിടെ പിടിച്ച് കടിച്ച് തൂങ്ങി കിടക്കുന്നൊന്നുമില്ല, ഞാനങ്ങനെ കിടക്കത്തുമില്ല, മുത്തശ്ശൻ്റെ രോഗം ഭേദമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാനുള്ളതാണെങ്കിൽ ഞാൻ പോകും, എപ്പോഴും അത് അമ്മ എന്നെ ഓർമ്മപ്പെടുത്തുമൊന്നും വേണ്ട, എനിക്കറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ നയനയ്ക്ക് സഹി കെട്ടിട്ടാണ് നയനെ അത് പറഞ്ഞത്. ഏതായാലും ദേവയാനി ഇത് കേട്ടിട്ട് അങ്ങ് ദേഷ്യം വന്നങ്ങ് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ നാളെ കാണിക്കുമോ എന്നറിയില്ല കേട്ടോ ഒരു സീനുള്ളത്.
ഒരു പ്രധാനപ്പെട്ട സീൻ തന്നെയാണ്. നമ്മുടെ നന്ദുവും അനിയും കൂടെ വിവാഹം കഴിച്ചു വരികയും അത് കനകദുർഗ കാണുകയും ചെയ്യുന്നുണ്ട്. അതായത് വാതിലിൽ വന്ന് കൊട്ടുകയാണ് നന്ദു. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നന്ദുവും നമ്മുടെ അനിയും കൂടെ വിവാഹം കഴിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കനകദുർഗ കാണുന്നത്. അതൊക്കെ വെറും സ്വപ്നമാണ് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് എപ്പോഴും സ്വപ്നമാണല്ലോ, ഒരു യാഥാർത്ഥ്യവും നടക്കുന്നില്ലല്ലോ എന്ന്. എന്ത് ചെയ്യാനാണ്, അതും സ്വപ്നം തന്നെയാണ്. അപ്പം അത് നാളത്തെ സീനിൽ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. നാളത്തെ സീന് കാണിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ അതിനിയിപ്പം അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി വയ്ക്കുമെന്ന് അറിയില്ല. കാരണം നമ്മുടെ കഥ പതിയെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി വിശേഷങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഏകദേശം നാളത്തെ ഫുൾ കഥയും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഫുൾ വിശേഷമായി, നാളത്തെ ഫുൾ വിശേഷവുമായി ഡയലോഗ് സഹിതവുമായി എന്നും രാവിലെ ഞാൻ എത്താറുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഒരു 9:30 കൂടിയാണ് നമ്മളെന്നും നയനയുടെയും ആദർശിൻ്റെയും കഥ ഇടുന്നത്. അപ്പം മറക്കാതെ നിങ്ങൾ കാണണം കേട്ടോ ഫുൾ വിശേഷം. അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇന്ന് വൈകിട്ട് പ്രമോ വിശേഷം ഇടുന്നുണ്ട്, അതും മറക്കാതെ കാണണേ. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ച് കാണുമല്ലേ? ഞങ്ങളിവിടെ ചോറൊക്കെ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു. ചിലവർ എന്നെ സംബന്ധിച്ചിടത്തോളം മക്കളെയൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ തന്നെയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു 2 മണി 3 മണിക്കൊക്കെയാണ് എൻ്റെ ആഹാരം എന്നൊക്കെ പറയുന്നത്. എല്ലാ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് മക്കൾ വരുമ്പോഴത്തേക്കും എല്ലാ പണിയും ഞാൻ തീർത്ത് വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സാധാരണ ഫുഡൊക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ കാപ്പിയാണെങ്കിലും രാവിലെ നമ്മൾ മക്കളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനൊരു 10:30 ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ നമുക്ക് ഉടനെ വിശക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കാറൊന്നും ആയിട്ടില്ല. ചോറ് കഴിക്കാറാകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? ചോറ് കഴിച്ച് സുഖമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയൊക്കെയാണ്, എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇടുക്കിയിൽ അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊന്നും ആശംസിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഉച്ചയായി, ദിവസത്തിൻ്റെ പകുതി ആയല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.